ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനവുമായി സംസാരിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മാർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ആദ്യം മഗ്ദലക്കാരത്തെയും അറിയിക്കും. ശേഷം ശിഷ്യന്മാരിൽ ചിലർക്കും പ്രത്യേകമായി താൻ തന്നെ തന്നെ കാണിച്ചു കൊടുത്ത് വെളിപ്പെടുത്തി. എന്നാൽ കണ്ട ശിഷ്യന്മാരും മഗ്ദലക്കാരത്തെയും അറിയുകയും മറ്റു ശിഷ്യന്മാരോട് ചെന്ന് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടും ശിഷ്യന്മാരിൽ പലരും വിശ്വസിക്കാതെ അവർ അവിശ്വാസികളായി തുടരുമ്പോൾ, ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപ് തന്നെ താൻ മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യഗണങ്ങളോട് പല വാക്കുകളാൽ തൻ്റെ മരണത്തെയും തൻ്റെ ഉയർപ്പിനെയും താൻ വന്ന ഉദ്ദേശം അതിനാണെന്നും വ്യക്തമാക്കി കൊടുത്തു എന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വാക്ക് ഇവരോട് പറയുമ്പോൾ തന്നെ അത് കേട്ടിട്ടാണ് യഹൂദന്മാരിൽ ചിലർ ചെന്ന് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് താൻ തൻ്റെ മരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൻ്റെ ശവശരീരം എടുത്തുകൊണ്ടുപോയി ശിഷ്യന്മാർ അവൻ ഉയർത്തുവെന്ന് പറഞ്ഞ് അവർ അത് സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ട് പീലാത്തോസിനോട് അനുവാദം വാങ്ങി പീലാത്തോസിന്റെ കൊണ്ട് കൽപ്പന ഇടിച്ച് ശവക്കല്ലറയിൽ പടയാളികളെ കാവൽ നിർത്തിയത് നമുക്കറിയാം. ശവക്കല്ലറയിൽ കാവൽ നിർത്തേണ്ട ആവശ്യകത യേശുവിൻ്റെ കല്ലറയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളത് രസാവഹമായ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇത് യേശു പറഞ്ഞത് കേട്ടു എന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നത്, ഹല്ലേലൂയ, മഗ്ദലക്കാരത്തെയും അറിയുകയും ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയാതെ ഇരുന്നപ്പോൾ 12 ഒന്നിച്ചിരിക്കുമ്പോൾ, അതാണ് 16-14 നമ്മൾ വായിക്കുന്നത്, 12 ഒന്നിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾക്കല്ല, മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ഏക ഒരു സ്ത്രീക്കല്ല, 12 പേരും ഒന്നിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു, താൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, താൻ മരണത്തിനും പ്രവചിച്ചതുപോലെ തന്നെ താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് അവരെ തെളിയിച്ച് കാണിക്കുമ്പോൾ യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചുകൊണ്ട് പറയുന്ന ചില ചിന്തകളാണ് ഇന്ന് പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാവിലെ ജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്ന, ഹല്ലേലൂയ, വചനഭാഗം. യേശു അവരുടെ അവിശ്വാസത്തെ ശാസിക്കും. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം എന്നാൽ എന്നെക്കുറിച്ച് പ്രസംഗിക്കണം.
അപ്പൊ യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ട, യേശുവിനെ കുറിച്ച് പറയാൻ വിളിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ഒരു കൂട്ടം ജനമാണ് ഇവരെന്നവരെ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അവരോട് പറയുന്ന അടുത്ത ഭാഗമാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ വിശ്വസിക്കുകയും എൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, അവൻ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പിശാച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവനെ നശിപ്പിക്കുന്ന ഏറ്റവും കാഠിന്യമേറിയ അവസ്ഥയായ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, എന്നെ വിശ്വസിക്കുവാൻ ഒരുവന് കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും, ഹല്ലേലൂയ എന്ന പദം അവരെ ബോധിപ്പിക്കുന്നു. മാത്രമല്ല, വീണ്ടും നമ്മൾ കാണുന്നത് അടുത്ത പദമാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവൻ പിശാച് ഒരുക്കുന്ന നരകമെന്ന കെണിയിൽ അകപ്പെടുകയില്ലെന്ന് മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവരിലൂടെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ ഹല്ലേലൂയ ലോകത്തിന് കാണുവാനായിട്ടും കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ അവന് ലഭിക്കുന്ന അനുഗ്രഹം. രണ്ട്, അവനിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഇത് രണ്ടും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹം എന്നുള്ളത് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മരണത്തിന് ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ ഹാനി വരുത്തുന്ന മേഖലകളൊന്നും അവന് തൊടുകയില്ല എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് നമ്മളവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല സ്തോത്രം, ആ വ്യക്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ പൈശാചിക മേഖലകളെ ശാസിക്കുന്നു. മാത്രമല്ല സ്തോത്രം, ഹല്ലേലൂയ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായ അനുഗ്രഹമുണ്ട്. മാത്രമല്ല, അവനിലൂടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിന് അവന്റെ അടുക്കലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ വരുന്ന വ്യക്തികൾ ഹല്ലേലൂയ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഇങ്ങനെ രണ്ട് അനുഗ്രഹമായി ഇതിനെ തിരിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, രണ്ട് മൂന്ന് പദങ്ങൾ മാത്രം പറഞ്ഞ് ഈ ചിന്തയ്ക്ക് വിരാമം ഇടേണ്ടിയിരിക്കുന്നു. ഞാൻ പറയാം, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്ന ചിന്ത, ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, ഒരുവൻ യേശുവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസം എന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസം ഇല്ലാതെ അവനത് കഴിയുകയില്ല എന്നാണ് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ എന്തെങ്കിലും പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പഴയ നിയമ സ്തോത്രം സ്തോത്രം വേദ ഭാഗങ്ങൾ ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം സ്തോത്രം, അത് എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ അത് വായിക്കാൻ കഴിയുമെങ്കിൽ ആ ഭാഗവും സ്തോത്രം ചിന്തിച്ച് ഹല്ലേലൂയ ഞാൻ പറയുന്ന ഭാഗവും കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാര്യം വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം മുതൽ ഏതാണ്ട് 8-ാം അധ്യായം വരെ കിടക്കുന്ന ഹല്ലേലൂയ അധ്യായങ്ങളിൽ ഗിദെയോൻ എന്നൊരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗിദെയോന് കൊടുക്കുന്ന ഒരു ടാസ്ക്, ഗിദെയോന് കൊടുക്കുന്ന ഒരു ദൗത്യം എന്നുള്ളത് ഹല്ലേലൂയ മിദ്യാനിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക എന്ന. അതിനുവേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ സ്തോത്രം ഏതാണ്ട് വെട്ടിക്കിളി പോലെയുള്ള അസംഖ്യം ജനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പട്ടാളക്കാർ, മിദ്യാന്യ പട്ടാളക്കാർ, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ കുതിരകൾ രഥങ്ങളെല്ലാം ഹല്ലേലൂയ ഇവർക്കെതിരെ, ഇസ്രായേലിനെതിരെ അണിനിരക്കുമ്പോൾ
സ്തോത്രം. ദൈവത്തിൽ ദൈവം അവനെ ശക്തീകരിക്കുന്നു. ദൈവത്തിന്റെ വാക്കിൽ അവൻ വിശ്വസിക്കുന്നു. ദൈവം അവനോട് പറഞ്ഞു, സ്തോത്രം, 300 പേരെയും കൊണ്ട് ഒരു കുടവും പന്തവും കൊണ്ട് ഇവരെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പറയുന്നു. നോക്കണം, ദൈവത്തിൽ വിശ്വസിച്ച ആ മനുഷ്യൻ വെട്ടിക്കിളി പോലെ അസംഖ്യമായ ജനത്തിന്റെ ഇടയിലേക്ക് 300 പേരെയും ഒരു കുടവും പന്തവും കൊണ്ട് ഇറങ്ങിപ്പോകാൻ ഗിദെയോനെ പ്രേരിപ്പിച്ചത് അവന് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം. നമുക്കറിയാം, അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് സ്തോത്രം, മിദ്യാൻ തമ്മിൽ യുദ്ധം ചെയ്തു. ഓരോരുത്തരോട് യുദ്ധം ചെയ്ത് മിദ്യാൻ തകർന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചു എന്നതാണ് ഗിദെയോന് ലഭിച്ച വിജയത്തിന് കാരണം. ഗിദെയോനും തൻ്റെ കൂടെ വന്നവരും ദൈവത്തിലും അവന്റെ വാക്കുകളിലും വിശ്വസിച്ചു എന്നതാണ് നമ്മൾ കാണുവാനിടയായി തീരുന്നത്. അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ, സ്തോത്രം, ഇതുപോലെ തന്നെ മിദ്യാൻ, സ്തോത്രം, ഇസ്രായേലിനെ നിരോധിച്ചു. അവർക്ക്, സ്തോത്രം, അവരെ തകർത്തു കളയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് നിരോധിച്ചിരിക്കുമ്പോൾ ഇസ്രായേലിനകത്ത് വലിയ ക്ഷാമമുണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. ആ ക്ഷാമത്തെ കുറിച്ച് ഒരിക്കൽ എനിക്ക് സമയമില്ല. എങ്കിൽ 7-ാം അധ്യായത്തിൽ, സ്തോത്രം, എലീശ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2-ാമത്തെ വാക്യം 7:2. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ നിന്ന് കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ ക്ഷാമത്തിന്, സ്തോത്രം, 1 ദിവസം കൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന് എലീശ പ്രവചിക്കുക. അപ്പോൾ രാജാവിന്റെ അടുത്തു നിൽക്കുന്ന ശ്രേഷ്ഠനായ രാജാവിന്റെ കൈത്താങ്ങൽ ചെയ്യുന്ന, അല്ലെങ്കിൽ രാജാവിനെ സ്തോത്രം വിശ്വസിക്കുന്ന, രാജാവ് സ്തോത്രം വിശ്വസിക്കുന്ന പുരുഷനായ അവന്റെ സ്ഥാനം എപ്പോഴും ഉന്നതിയില്ല. സ്തോത്രം, അവൻ പറയുകയാണ്, ദൈവ ആകാശത്ത് നിന്ന് കിളിവാതിൽ തുറന്നാലും അത് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അവിശ്വസിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വാക്കിനെ അകമ്പടി നായകൻ അവിശ്വസിച്ചു. ഉടനെ എലീശ പ്രവചിച്ചത്, നീ കാണും, നീ അത്ഭുതമൊക്കെ കാണും, പക്ഷേ നിനക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ആ പ്രവചനം നടക്കുന്നതായിട്ടും, സ്തോത്രം, അകമ്പടി നായകനെ ജനം ചവിട്ടിക്കളയുകയും അവൻ മരിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ചിന്തയ്ക്ക് നിദാനമായ ഭാഗം മാത്രം ഞാൻ ഇവിടെ എടുക്കട്ടെ. നോക്ക്, ഗിദെയോൻ മിദ്യാനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു വലിയ വിജയം കിട്ടി. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നത്, ദൈവം പറഞ്ഞ കാര്യം ദൈവം അടുത്ത ദിവസം ചെയ്തു എന്ന സത്യമാ. എന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ ഭക്ഷണം കഴിക്കുവാൻ, ഹല്ലേലൂയ, ആ അനുഗ്രഹം അനുഭവിക്കുവാൻ വിശ്വസിച്ച രാജാവിന്റെ കൈത്താങ്ങൽ കൊടുത്ത മനുഷ്യന് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഇന്ന് പകൽക്കാലം അറിയണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, സ്തോത്രം, അനേകർ യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി സ്തോത്രം അടുക്കൽ വന്നു. അവിടെ നമ്മൾ, സ്തോത്രം, മത്തായി സ്തോത്രം, സുവിശേഷത്തിൽ ഒരു വാക്ക് ഉണ്ട്. മത്തായി സുവിശേഷം 9:28 2 കുരുടന്മാർ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ യേശുവിന്റെ അടുക്കൽ തങ്ങളുടെ കണ്ണൊന്ന് തുറന്നു കിട്ടുവാൻ വേണ്ടി ചോദിക്കുമ്പോൾ, യേശു ആ കുരുടന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറയുന്ന മറുപടിയുണ്ട്, ഉവ്വ്, ഞങ്ങൾ നീക്കത് ചെയ്തു തരാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
വിശ്വസിക്കാലലുയ്യ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ അവരുടെ കണ്ണു തുറന്നു. നോക്കണം, വിശ്വാസം കൊണ്ടാണ് ഹല്ലേലൂയ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആ കാഴ്ച ലഭിക്കുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ സ്തോത്രം ഒത്തിരി വേദഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് എനിക്ക് 11-ാം അധ്യായത്തിൽ പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസ വീരന്മാരുടെ പട്ടിക എന്നാണ് അതിൽ പലപ്പോഴും നമ്മൾ പറയുന്നത്. അവർ വിശ്വാസ വീരന്മാരല്ലായിരുന്നു, ആഴത്തിൽ ഹല്ലേലൂയ ദൈവത്തെ വിശ്വസിച്ചവരായിരുന്നു. അവർ ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ് അവരിലൂടെ അനേക അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സ്തോത്രം എബ്രായ ലേഖനം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, വിശ്വാസിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 6-ാമത്തെ വാക്യമാണ്, 11-ന്റെ-6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. ഇത്രയും വേദചിന്തകൾ, ഹല്ലേലൂയ, സ്തോത്രം, വചനങ്ങൾ എടുത്ത് പറയുമ്പോൾ ഞാനൊരു വദം ഹല്ലേലൂയ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ആരൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ അവരെല്ലാം വിശ്വസിച്ചവര്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനെ വിശ്വസിക്കുവാൻ തക്ക ഒരു മനസ്സ് നമ്മളുണ്ടാകണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, വിശ്വസിക്കുന്നവൻ വ്യക്തിപരമായ അനുഗ്രഹം പ്രാപിക്കും. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും ഹല്ലേലൂയ ചില അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനിടയാകണമെങ്കിൽ അത് വിശ്വസിക്കുന്നവരെ കൊണ്ട് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിൽ നീ വിശ്വസിക്കുമ്പോൾ നീ സൗഖ്യമാകും. നീ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു, നീ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ കൈവെക്കുവാനും അവർക്കും സൗഖ്യം ലഭിക്കുവാനിടയായി. അതുകൊണ്ടാണ് ശിഷ്യഗണങ്ങളോട് യേശു ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ അവിശ്വസിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ കഴിയുന്നെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. മാത്രമല്ല, എന്നെ വിശ്വസിക്കുന്നവൻ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ. എന്നെ വിശ്വസിക്കുന്നവൻ വ്യക്തിപരമായ അനുഗ്രഹം മാത്രമല്ല, അവനിലൂടെ മറ്റുള്ളവർക്കും ചില അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് അവിശ്വാസങ്ങൾ മാറ്റിവെച്ച് കർത്താവിൽ ആഴമേറി വിശ്വാസമുള്ളവരായി തീരുവാൻ നമുക്കിടയായി തീരട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്ന വ്യക്തികളെ ഓരോന്നായി എടുത്തു പഠിച്ചാൽ അവരെല്ലാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അവരിലൂടെ ലോകം കണ്ട സകല അനുഗ്രഹവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ രാജാവിന്റെ കൈത്താങ്ങൽ കൊടുത്ത മനുഷ്യനെ പോലെ അവിശ്വാസം പറഞ്ഞ് അവിശ്വസിച്ചു പോകുന്നുവെങ്കിൽ നീ സ്വയം, പ്രൈസ് ദി ലോർഡ്, നശിച്ചു പോവുകയും നിനക്ക് ദൈവാനുഗ്രഹം ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദിനത്തിൽ കർത്താവിൽ ആഴത്തിൽ വിശ്വസിക്കാം, അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവം, എന്തിച്ചനായ കർത്താവേ, അവിശ്വാസം ഞങ്ങളെ തകർത്ത് കളയുമ്പോൾ വിശ്വാസം ഞങ്ങളുടെ അനുഗ്രഹവും അനേകർക്ക് അനുഗ്രഹവും എന്ന് ഞങ്ങൾ കേട്ടു. അത് ഞങ്ങൾക്ക് ഭവിക്കുവാനിടയാക്കണം. അവിശ്വാസത്തിന്റെ ഏതെങ്കിലും മേഖല ആരുടെയെങ്കിലും ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവയെ അങ്ങ് ശാസിച്ച്, പ്രൈസ് ദി ലോർഡ്, അങ്ങയിൽ ആഴത്തിൽ വിശ്വസിച്ച് വ്യക്തിപരമായ അനുഗ്രഹവും മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്നവരുമായി തീരുവാൻ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. വിശ്വസിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമായി ജനത്തെ എഴുന്നേൽപ്പിക്കുന്നുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.